പാലക്കാട് നെന്മാറയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നതായി പരാതി. നെന്മാറ AK നഗറിലെ കമ്മ്യൂണിറ്റി ഹാളാണ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നത്. രാവും പകലുമില്ലാതെ കെട്ടിടത്തിൽ മദ്യപാനവും ചീട്ടുകളിയും ഉൾപ്പെടെയാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. നെന്മാറ AK നഗറിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളാണ് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. 2019 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഒരേ സമയം 1000 പേർക്ക് ഇരിക്കാവുന്ന ഹാളും 500 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിനായി ഇതുവരെ 3.5 കോടിയോളം രൂപ ചിലവഴിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിൽ നിലച്ചതോടെയാണ് കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയത്. രാവും പകലുമില്ലാതെ മദ്യപാനവും ചീട്ടുകളെയും മറ്റും കെട്ടിടത്തിൽ നടക്കുന്നുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. എന്താ വെച്ചാൽ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധശല്യം ഒരുപാട് ഇവിടെ ഉണ്ട്. ഒരു അടച്ചുറപ്പില്ലാത്ത കാരണം ഞങ്ങൾക്ക് പരിസരവാസികൾക്ക് അതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട് ഇതിൻ്റെ അധികാരികളോട് MLA അടക്കം ഇത് എത്രയും വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു അടച്ചുറപ്പാക്കി ഒരു സെക്യൂരിറ്റിയെ നിയമിച്ച് സാമൂഹ്യ വിരുദ്ധശല്യം ഇല്ലാതാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് കെട്ടിടത്തിലേക്ക് എത്തുന്നത്. ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതും സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യമാകുന്നുണ്ട്. പോലീസിലും പഞ്ചായത്തിലും ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളവടിയും മറ്റുള്ള പരിപാടിയാണ് കൂടുതൽ നടക്കുന്നത്. ചീട്ടുകളി, അതുപോലെ രാത്രി ബാക്കിൽ എന്ത് നടക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ശൂന്യമായി കിടക്കുകയല്ലേ, ആർക്കും എന്ത് പണി ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കോടികൾ മുടക്കിയ ഒരു പദ്ധതി ഇതുമാതിരി ഇങ്ങനെ കൊണ്ടുപോയി നടക്കുന്നത് ശരിയല്ല എന്നാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് നാട്ടുകാർ. പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് പറയുന്നെങ്കിൽ കൂടി അത് നടപ്പാക്കാനുള്ള ഫണ്ട് ഇല്ല എന്നാണ് കോൺട്രാക്ടറും മറ്റുള്ള ആൾക്കാരും പറയുന്നത്. ജനപ്രതിനിധികളോട് പല പ്രാവശ്യം ബന്ധപ്പെട്ടാണ് ഇതെന്താ സംഭവം ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല, ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇനിയും 2 കോടിയോളം രൂപ വേണം. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാകുകയും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ജനം, പാലക്കാട്.